വ്രതവിശുദ്ധിയുടെ നിറവിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. മതസൗഹാർദ്ദവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്ന സമൂഹ നോമ്പുതുറകളും ഇഫ്താർ മീറ്റുകളും ഈ പ്രാവശ്യവും സജീവമായി തന്നെ നടന്നിരുന്നു. ആത്മീയതയുടെയും വിശുദ്ധിയുടെയും നോമ്പുകാലത്തിന് പരിസമാപ്തി കുറിച്ച് നവീകരിക്കപ്പെട്ട മനസ്സും ശരീരവുമായാണ് വിശ്വാസികൾ പെരുന്നാളിനെ വരവേറ്റത്. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. നമസ്കാരത്തിന് പണ്ഡിതന്മാരും ഇമാമുമാരും നേതൃത്വം നൽകി. പുതുവസ്ത്രമണിഞ്ഞ് പരസ്പരം ആശ്ലേഷിച്ച് വിശ്വാസികൾ സന്തോഷം പങ്കുവച്ചു. മാള മഹലിൽ ഈദ് ദിനാഘോഷ ചടങ്ങുകൾ നടന്നു. നിരവധി വിശ്വാസികൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. പ്രാർത്ഥനയിലൂടെ ലഹരി കണ്ടെത്തണമെന്നും അതാവണം ലഹരിയെന്നും ഇമാം സുബൈർ മനാനി പറഞ്ഞു. എന്റെ നോമ്പ് അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും അല്ലാഹു എന്ന പരാശക്തിയെ ലഹരിയായി കണ്ടതിന്റെ പേരിലാണ്. എല്ലാവരും നമസ്കാരം നിർവഹിക്കുന്നവരാണ്. ഞാൻ നമസ്കാരം നിർവഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ് എന്നാണ് കരുതാറുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റമദാനിന് മുമ്പ് നമുക്ക് പലതും ലഹരിയായിരുന്നു. റമദാനിന് മുമ്പ് നമുക്ക് പലതും ഹരമായിരുന്നു. പക്ഷേ വിശുദ്ധമായ റമദാൻ കടന്നതോടുകൂടെ റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് അല്ലാഹു എന്ന പരാശക്തി ലഹരിയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഭൂമിയിലോകത്തെ ഏറ്റവും വലിയ ലഹരി അല്ലാഹു എന്ന ലഹരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായി.